തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചത് ശ്രദ്ധേയമായി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചത് രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ദേശീയഗാനത്തിനു മുൻപായി വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും ചടങ്ങിൽ പൂർണ്ണരൂപത്തിൽ ആലപിച്ചു. 1950-ൽ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച 2 ഖണ്ഡികകൾ മാത്രം ആലപിക്കുന്ന രീതിയിൽ നിന്ന് മാറി വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന് തുല്യമായ നിയമപരിരക്ഷ നൽകുന്ന കേന്ദ്രത്തിന്റെ പുതിയ നിലപാട് വിജയ് സർക്കാർ പൂർണ്ണമായും നടപ്പിലാക്കി. ഈ നീക്കം ബിജെപിയെപ്പോലും പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശനിയാഴ്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പങ്കെടുത്തിട്ടും അവിടെ വന്ദേമാതരം ആലപിച്ചിരുന്നില്ല. എന്നാൽ ബിജെപിയുടെ കടുത്ത രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന വിജയ് കേന്ദ്ര നിർദ്ദേശം അക്ഷരംപ്രതി പാലിച്ചുകൊണ്ട് ദേശീയതയുടെ കാര്യത്തിൽ താൻ ഒരുപടി മുന്നിലാണെന്ന സൂചനയാണ് നൽകുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഗാനാലാപനം നടന്നത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. വന്ദേമാതരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നിർബന്ധമാക്കി ആലപിക്കുന്നതിന് മുൻപ് എതിർത്തിരുന്ന കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായാണ് ഈ ചടങ്ങ് നടന്നത്.